ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം ഇലാസ്റ്റിക് പാൻറ്റിൻ്റെ കട്ടിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ആണിത്. കട്ടിംഗ് വീഡിയോ പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ കാണാത്തവർ അതൊന്ന് കയറി കാണുക. അപ്പോൾ ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാൻഡ് പീസ് ഉണ്ടല്ലോ, ഇത് 4 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 4 പീസും ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ആദ്യം 2 പീസുകൾ എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പീസുകളും കൂടിയിട്ട് വേണം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ജോയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഡബിൾ സ്റ്റിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാനിവിടെ 4 പീസും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻറ്റിൻ്റെ ആ ബാക്കി പീസ് എടുക്കുക. അത് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. ഇതിപ്പോൾ 2 പീസായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിടുക. ഇതിപ്പോൾ ഈ പീസിൻ്റെ നല്ല വശമാണ്. ഇനി ഈ നല്ല വശത്തേക്ക് നമ്മൾ രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. 2 പീസുകളും ഇതുപോലെ ഒരേ ലെവലിന് പിടിച്ചിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അതിൻ്റെ സൈഡ് അടിച്ചെടുക്കാം. സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പീസ് ഇതുപോലെ നിവർത്തിയിടുക. ഇനി ഈ ഒരു നിവർത്തിയിട്ടിരിക്കുന്ന പീസിലേക്ക് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാൻഡ് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പാൻറ്റിൻ്റെ ചീത്തവശമാണ് ഞാനിപ്പോൾ ഇവിടെ നിവർത്തിയിട്ടിരിക്കുന്നത്. ഈ തയ്യൽ തുമ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഈ ഒരു ചീത്തവശത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബാൻഡ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഈ സൈഡ് ഇതുപോലെ ഫുള്ള് മൊത്തത്തിൽ അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ പാൻറ്റിൽ ബാൻഡ് പീസ് ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻറ്റിൻ്റെ ചീത്തവശത്താണ് നമ്മൾ ബാൻഡിൻ്റെ നല്ല വശം വെച്ച് അടിച്ചിരിക്കുന്നത്. ഇനി ഈ ജോയിൻറ്റ് ചെയ്ത പീസ് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഒരു പതിച്ചടി കൂടി കൊടുക്കണം. ഇതുപോലെ തുണി രണ്ടും 2 സൈഡിലേക്ക് വലിച്ച് പിടിച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് പതിച്ചടിച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിടുക. ഇതാണിപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശമെന്ന് പറയുന്നത്. ഇത് നമ്മൾ ബാൻഡ് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭാഗം. ഇനി ഈ ബാൻഡ് പീസിൻ്റെ മുകളിൽ ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ മടക്കുക. എന്നിട്ട് ഈ തയ്യൽ കാണാത്ത രീതിയിൽ ബാൻഡ് പീസ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ആ ഭാഗത്ത് ഫുള്ള് നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ മടക്കി അടിക്കുമ്പോൾ നമ്മൾ ബാൻഡ് പീസിന് വേണ്ടിയിട്ട് 2 ഇഞ്ചായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. ആ 2 ഇഞ്ച് തന്നെയാണോ 2 ഇഞ്ച് വീതി തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് അളന്ന് നോക്കണം. അങ്ങനെ ബാൻഡ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ലെങ്ത് എടുത്തിരിക്കുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഹിപ്പ് അളവ് എത്രയാണോ അതിൽ നിന്ന് ഒരു 2ഓ 3ഓ ഇഞ്ച് കുറച്ചിട്ട് വേണം നിങ്ങൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട്. ഇപ്പം 40 ഇഞ്ചാണ് നിങ്ങളുടെ ഹിപ്പ് അളവെന്നുണ്ടെങ്കിൽ നിങ്ങൾ 38ഓ അല്ലെങ്കിൽ 37 ഇഞ്ചോ ലെങ്ത് എടുക്കുക. ഇനി ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ഇതുപോലൊരു പിന്ന് കുത്തിയിട്ട് നമുക്ക് ഈ ഒരു ഹോളിലൂടെ ഉള്ളിലേക്ക് ഇതുപോലെ ചുരുക്കി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇലാസ്റ്റിക് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇലാസ്റ്റിക് വന്ന് നിന്ന ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ചിൽ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഇലാസ്റ്റിക് വന്ന് നിന്ന അപ്പുറത്തെ സൈഡ് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത ആ ഒരു ബാൻഡ് പീസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഒന്ന് വലിച്ച് പിടിച്ച് കൊടുക്കുക. ഇലാസ്റ്റിക് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ദാണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻറ്റിൻ്റെ നല്ല വശവും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡും കൂടി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ജോയിൻറ്റ് ചെയ്തെടുക്കാം. രണ്ടും ഒരേ ലെവലിന് പിടിച്ച് വേണം നമ്മൾ ജോയിൻറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ 2 സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ ഒന്ന് നിവർത്തിയിടാം. ഇനി പാൻറ്റിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. 1 ഇഞ്ച് തയ്യൽ തുമ്പായിരുന്നു നമ്മൾ മടക്കി അടിക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കുക. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്കാണ് നമ്മൾ ഇതുപോലെ മടക്കി അടിക്കുന്നത്. പാൻറ്റിൻ്റെ ഒരു കാലം നമ്മളിത് മടക്കി അടിച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ പാൻറ്റിൻ്റെ അടുത്ത കാലം ഒന്ന് മടക്കി അടിച്ച് കൊടുക്കണം. പാൻറ്റിൻ്റെ 2 ബോട്ടം ഭാഗവും ഞാനിവിടെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നല്ല വശവും കൂടെ ഇതുപോലെ ആ കാൽഭാഗത്ത് നല്ല വശവും ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് 2 തുണിയും ഒരേ ലെവലിന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പിലോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലോ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ തയ്യൽ തുമ്പ് ഇടുന്നത് ആ തയ്യൽ തുമ്പിൽ ഇതുപോലെ ഫുള്ള് ഒന്ന് അടിച്ചിറക്കണം. ഞാനിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പീസും ഒരേ ലെവലിന് പിടിച്ചിട്ട് വേണം താഴോട്ട് അടിച്ചിറക്കാൻ. പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് തുണി ഇതുപോലെ അധികം കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സൈഡ് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്ത ഈ ഒരു മുകൾ ഭാഗത്ത് വേണമെങ്കിൽ ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അവിടെ ഒരു പതിച്ചടി വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ പതിച്ചടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ പതിച്ചടി കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അധികം കിടക്കുന്ന നൂലൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാനായിട്ട് മറക്കരുത്. ഇനി ലെങ്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ലെങ്ത് വരുന്നത് 40 ഇഞ്ചാണ്. ആ 40 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്കിവിടെ കറക്റ്റ് 40 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ക്രോച്ച് ലെങ്ത് 13 ഇഞ്ചായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ 13 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിവിടെ കറക്റ്റ് 13 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.